ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മിത്ര റാണിയമ്മയോട് പറയണം, എന്തായാലും ഋഷിയുടെ കാര്യത്തിനു വേണ്ടി പോലീസിൽ പരാതിയൊന്നും കൊടുക്കണ്ട, ഈ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ രണ്ട് ഫാമിലിക്ക് നാണക്കേടാകുമെന്നൊക്കെ പറയുന്നു. കുഞ്ഞിയാണെങ്കിൽ റാണിയമ്മയോട് പറയുകയാണ്, ആ മോഹനെ ആണെങ്കിൽ ഈ സിറ്റിയിലുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ഋഷിയും സൂര്യയുമാണോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല കുഞ്ഞി പറയാണ്, ഋഷിയും സൂര്യയും കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ വീട്ടുകാർക്ക് അറിയാമെങ്കിൽ ശരിക്കൊന്ന് ചോദിച്ചാൽ മതിയെന്നൊക്കെ. നമ്പ്യാർ മുത്തച്ഛനാണെങ്കിൽ ചേന പറമ്പിൽ നിന്നും കിളച്ചെടുക്കുന്നു. ആ സമയത്താണെങ്കിൽ ഋഷിയും അവിടേക്ക് ലുങ്കി ഉടുത്ത് വരികയാണ്. ഞാൻ ചെയ്യാമെന്ന് പറയുന്നു. ഋഷിയാണെങ്കിൽ ചേന കുഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് സൂര്യയാണെങ്കിലും ലുങ്കിയൊക്കെ ഉടുത്ത് അങ്ങോട്ട് വരുന്നു. സൂര്യയെ കാണുന്നതും ഋഷിയാണെങ്കിൽ അതിശയിച്ച് നോക്കുകയാണ്. സൂര്യ പറയുകയാണ്, സാറിന് ഇതൊന്നും അറിയത്തില്ല, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സൂര്യ ചെയ്യുന്നു. സാറാണെങ്കിൽ ഇവിടെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയെന്ന് പറയാണ്. ഋഷിയാണെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് സൂര്യയുടെ ദേഹത്താണ് ഒഴിക്കുന്നത്. രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ടിട്ട് അമ്മാളും മുത്തശ്ശനും ചോദിക്കുകയാണ്, രണ്ടുപേരും അടിയായോ എന്ന്. അമ്മാള് ചോദിക്കുകയാണ്, നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ അറിയുമോ എന്ന്. സൂര്യ ആണെങ്കിൽ സൂര്യക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നു. ഞാനും ചേച്ചിയുമാണെങ്കിൽ അച്ഛൻ്റെ കൂടി ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. ഋഷി അപ്പോൾ പറയാണ്, ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്, വിശ്വസിക്കരുതെന്ന്. അമ്മാളും മുത്തശ്ശനും ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴെങ്ങാനും പോകുമോ എന്ന്. ഋഷി അപ്പോൾ പറയാണ്, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന്. മുത്തച്ഛൻ പറയണം, അമ്മൂൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് അടുത്ത ആഴ്ച, അമ്മു വരുമോ എന്ന് തന്നെ അറിയത്തില്ല, ചിലപ്പോൾ വന്നാലും രാവിലെ വന്നിട്ട് വൈകിട്ട് പോകാറാണ് പതിവ്. ഈ പ്രാവശ്യമാണെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് നേരത്തെ 2-3 ദിവസം വന്ന് നിൽക്കാൻ പറയണം, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നൊക്കെ പറയുന്നു. സൂര്യ അപ്പോൾ പറയണം, ഇദ്ദേഹം വിളിച്ചാൽ ഉറപ്പായിട്ടും ടീച്ചർ വരുമെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും പോയി കഴിഞ്ഞിട്ട് സൂര്യയാണെങ്കിൽ ഋഷിയോട് പറയണം, ഈ പാവങ്ങളാണെങ്കിൽ ടീച്ചർ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് വിളിക്കാമെന്ന് പറയുന്നു. ഋഷിയാണെങ്കിൽ വിളിക്കാമെന്ന് തന്നെ പറയുന്നുണ്ട്. സൂര്യയുടെ അമ്മയാണെങ്കിൽ ആഹാരവുമായിട്ട് മോഹൻ്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങുന്നു. ആ സമയത്താണെങ്കിൽ ടീച്ചർ പൈസയൊക്കെ കൊടുത്തിട്ട് പറയാണ്, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന്. സൂര്യയുടെ അമ്മയ്ക്കാണെങ്കിൽ ഒത്തിരി സങ്കടമാകുന്നു. ഈ സഹായത്തിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. റാണിയമ്മയാണെങ്കിൽ മിത്രയോട് പറയാണ്, സൂര്യയുടെ അച്ഛനെയും അമ്മയും കാണാൻ പോവുകയാണ്, അവരങ്ങനെ സന്തോഷമായിട്ടിരിക്കേണ്ട, അവരോട് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ലക്ഷ്മിയാണെങ്കിൽ മിത്രയെ ഉപദേശിക്കുകയാണ്, റാണിയമ്മ പോയി കഴിഞ്ഞിട്ട് റാണിയമ്മയൊക്കെ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, സൂര്യയുടെ അമ്മയും അച്ഛനും പാവങ്ങളാണ്, അവരെന്ത് തെറ്റ് ചെയ്ത്. സൂര്യയും ഋഷിയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് ശിക്ഷിക്കേണ്ടത്. മിത്ര അപ്പോൾ പറയണം, അവർ പാവങ്ങളാണെന്ന് എങ്ങനെ പറയാൻ തോന്നുമെന്ന്, ഋഷിയെപ്പോലെ ഒരാളെ മകൾക്ക് കിട്ടിയാൽ അവർക്കും സന്തോഷമല്ലേ ആകത്തുള്ളൂ എന്ന് ചോദിക്കുന്നു. സൂര്യയാണെങ്കിൽ ഒരു നിമിഷം പോലും ഋഷിയോട് കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, അതെനിക്ക് സഹിക്കത്തില്ല, ഋഷിയോടും എനിക്കിപ്പോൾ ദേഷ്യമാണ്, പക്ഷേ എങ്കിലും എനിക്ക് അവനെ വേണം, സൂര്യയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു. ലക്ഷ്മിയാണെങ്കിൽ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്, പ്രതികാരം ചെയ്യാൻ പോയാൽ സ്വന്തം ജീവിതമാണ് കൈവിട്ടു പോകുകയെന്ന്. മിത്രയാണെങ്കിൽ പക്ഷെ ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. സൂര്യയുടെ അമ്മയാണെങ്കിൽ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്താണെങ്കിൽ റാണിയമ്മയും കുഞ്ഞിയും കാണുന്നു. അവരെ കാണുന്നതും വണ്ടി നിർത്തിയിട്ട് സൂര്യയുടെ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. കുഞ്ഞി ചോദിക്കുകയാണ്, ഞങ്ങളെ ഓർമ്മയുണ്ടോ എന്ന്. റാണിയമ്മ ചോദിക്കുകയാണ്, മോളെ തപ്പി ഇറങ്ങിയതാണോ എന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, മോളെ തപ്പി ഇറങ്ങിയതല്ല, എൻ്റെ മരുമകൻ ഹോസ്പിറ്റലിലാണ്, അങ്ങോട്ട് പോവുകയാണെന്ന്. റാണിയമ്മ അപ്പോൾ പറയാണ്, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞതല്ലേ, മക്കളെ പെറ്റുകൂട്ടിയാൽ മാത്രം പോരാ, വളർത്താനും അറിയണമെന്ന്. ഒരു മകളാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയി, ഇനി ഒരു മകളാണെങ്കിൽ കോളേജിലെ ഏതോ ഒരുത്തൻ്റെ കൂടെ പോയെന്ന് പറയുന്നു. സൂര്യയുടെ അമ്മയ്ക്ക് അത് കേൾക്കുമ്പോൾ ശരിക്കും ഷോക്കാകുന്നു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, സൂര്യയെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. കുഞ്ഞി അപ്പോൾ പറയാണ്, അതെ, നിങ്ങളുടെ മോളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്